പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ പേര് ചേർത്ത റേഷൻ കാർഡ് അടൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ റദ്ദ് ചെയ്തിരിക്കുന്നു. ഒരു പരാതി ലഭിച്ചത് പ്രകാരം താലൂക്ക് സപ്ലൈ ഓഫീസർ പരാതിക്കിടയാക്കിയ വീട് സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തിയിരുന്നു. അയൽപ്പക്കക്കാരുമായിട്ടൊക്കെ താലൂക്ക് സപ്ലൈ ഓഫീസർ സംസാരിച്ചിരുന്നു. അതിൽ നിന്നും മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ റേഷൻ കാർഡ് റദ്ദ് ചെയ്തത്. ഇപ്പോൾ ആ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അടൂർ മണക്കാല എന്ന സ്ഥലത്താണ് ഈ പ്രസ്തുത വീടുള്ളത്. ആ വീട്ടിൽ ഇപ്പോൾ ഇവിടെ താമസിച്ചിരുന്ന അമ്മയുടെയും അച്ഛൻ്റെയും രണ്ട് മക്കളായിട്ടുള്ള ശ്രീജിത്തും സാംജിത്തുമുണ്ട്. ഈ ശ്രീനാദേവി കുഞ്ഞമ്മ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ബന്ധുവാണോ? അതായത് നമ്മൾ ഈ SIRൻ്റെ ഈ പരിപാടി അതിന് ശേഷമാണ് ഇവരുടെ ബന്ധത്തെപ്പറ്റി നമ്മൾ തന്നെ അന്വേഷിച്ചത്. അപ്പം ഞങ്ങൾ അച്ഛൻ പോരുവഴി പഞ്ചായത്തിൽ അവിടെ ആയിരുന്നു ഞങ്ങളുടെ കുടുംബ വീട്. ആ പഞ്ചായത്തിലെ എല്ലാ ഞങ്ങൾ കുടുംബങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ അങ്ങനെയുള്ള ഒരു അകന്ന ബന്ധം അല്ലാതെ ഞങ്ങളുടെ രക്തബന്ധമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരാളാണ് അവർ. ഇപ്പോൾ ഈ താലൂക്ക് സപ്ലൈ ഓഫീസറുടെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത്, ഒന്ന്, ഈ വീട്ടിൽ ശ്രീനാദേവി കുഞ്ഞമ്മ താമസിച്ചിരുന്നതായി ഇവിടെ അയൽപ്പക്കത്തുള്ള ആളുകൾ ആരും മൊഴി കൊടുത്തിട്ടില്ല, കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. മറ്റൊന്ന്, ഇവിടെ ആൾ താമസമില്ല എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ ആരാണ് താമസിക്കുന്നത്? ഇവിടെ അമ്മയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അതായത് അതിന് മുമ്പ്, അതായത് 2019 വരെ എല്ലാവരും ഉണ്ടായിരുന്നു ഇവിടെ. അതിന് ശേഷം അമ്മ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചത്. അമ്മ ഞങ്ങളുടെ അടുത്ത് വരും, ബാംഗ്ലൂർ വരും, അല്ലെങ്കിൽ വേറെ തന്നെ അടുത്ത് പോവും. അങ്ങനെ അമ്മ മാത്രമാണ് താമസിച്ചത്. 2027 അമ്മ മരിച്ച ശേഷം ഞങ്ങൾ മാസത്തിൽ ഒരിക്കലേ വന്നു പോകത്തേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ മേൽവിലാസത്തിലുള്ള റേഷൻ കാർഡിൽ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേര് ചേർക്കണമെങ്കിൽ അതെന്ത് പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ കുടുംബാംഗമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണോ ഒരു അപേക്ഷ കൊടുക്കുകയും റേഷൻ കാർഡിൽ പേര് ചേർക്കുകയും ചെയ്തത്? അതെ, ഞങ്ങളെ സംബന്ധിച്ചാൽ അത് എന്ത് രേഖ അവർ കൊടുത്തതെന്ന് ഒരു ഐഡിയ ഇല്ല ഞങ്ങൾക്ക്. അതായത് അച്ഛൻ്റെ പെങ്ങളുടെ മോളെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ട് കൊടുത്തത്. അപ്പം ഞങ്ങൾ അത് അനുസരിച്ചാണ് ഞങ്ങൾ അവിടെ ഞങ്ങൾ കൊടുത്തു, അപ്ലൈ ചെയ്തപ്പോൾ അവർ വന്ന് അന്വേഷിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് കറക്റ്റല്ലെന്നും ന്യായമല്ലെന്നും മനസ്സിലാക്കിയിട്ടാണ് അവർ ഒഴിവാക്കിയത്. അപ്പോൾ അത് മാത്രമല്ല, ഞങ്ങളിപ്പോൾ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് അന്വേഷിക്കട്ടെ ഇവരെന്ത് വ്യാജം കൊടുത്തിട്ടാണെന്നുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചാൽ ഇവരിവിടെ ഈ ജില്ലക്കാരി അല്ല ഇവർ. ഇപ്പോൾ ഈ വീട്ടിൽ നിങ്ങൾ എത്ര മക്കളാണ്? അച്ഛനും അമ്മയ്ക്ക് എത്ര മക്കളാണ്? ഞങ്ങൾ 4 പേരാണ്. ഏറ്റവും മൂത്ത ഞാനാണ്, ശ്രീജിത്ത്. അത് കഴിഞ്ഞ് സഞ്ജിത്ത് എസ് പിള്ള ദുബൈയിലുള്ളത്. ഇത് ശ്യാംജിത്ത് എസ് പിള്ള മൂന്നാമത്തെ ബ്രദർ. പിന്നെ അനിയത്തി ശ്രീ പാർവതി. 4 പേരാണ് ഞങ്ങൾ. 4 പേരുടെ വീതം വെച്ചിട്ടുണ്ട്. അതായത് ഭൂമി നിങ്ങൾക്കായിട്ട് എഴുതി തന്നിട്ടുണ്ടോ മാതാപിതാക്കൾ? ഞങ്ങൾ 2021 ഞാനാണ് ഇത് മേടിച്ചത്. ഞങ്ങളുടെ സഹോദരൻ 2010 ഞങ്ങളുടെ സഹോദരൻ ഞാനും എൻ്റെ 2 ബ്രദേഴ്സും കൂടെ ഫണ്ടിട്ട് ഞങ്ങളാണ് ഇത് ഭൂമി മേടിച്ചത്. എന്നാൽ ഞങ്ങൾ എല്ലാവരുടെയും കൂടെ പേര് എഴുതി വെച്ചു. കാരണം ഞങ്ങൾ അതിന് മുമ്പ് റെൻറ്റ് താമസിച്ചവരാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ഭൂമിയുടെ ഫീൽ കൊടുക്കാൻ എല്ലാവരുടെയും പേരിൽ എഴുതി വെച്ചതാണ്. ആധാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 4 മക്കൾ, 3 ആൺമക്കൾ, ഒരു സഹോദരി, അച്ഛൻ, അമ്മ. അങ്ങനെ ഈ 6 പേരുടെ പേരിലാണ് ഭൂമി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അച്ഛൻ മരിച്ചു, അമ്മ മരിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾ 4 പേരുടെ പേരിലാണ് വരുന്നത്. അറ്റ് പ്രസന്റ് നിലവിൽ ഈ ഭൂമിയുടെയോ വീടിൻ്റെയോ അവകാശം ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കുണ്ടോ ഏതെങ്കിലും രീതിയിൽ? അല്ല, ഈ 7-ാം തീയതി വരെ ഇല്ലായിരുന്നു. ഈ 7-ാം തീയതി അവരെന്താ ചെയ്തെന്ന് വെച്ചാൽ അനിയത്തിയെ സ്വാധീനിച്ച് അനിയത്തിയുടെ ഭാഗത്തിൻ്റെ നേർപകുതി ഇവർക്ക് ഇഷ്ടദാനം കൊടുത്തെന്ന് പറഞ്ഞ് ഒരു രജിസ്റ്റർ ഉണ്ടാക്കി. അത് രജിസ്റ്റർ ചെയ്തതെന്ന് വെച്ചാൽ വലിയ മണ്ടത്തരമാണ്. കാരണം വെച്ചാൽ അതിനകത്ത് കൊടുത്തേക്കുന്ന നിയമപ്രകാരമുള്ള കാര്യത്തിലല്ല അവർ കൊടുത്തേക്കുന്നത്. അത് ഇനി എനിക്കറിയത്തില്ല, നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. അത് ഞങ്ങൾ കോർട്ടിൽ ക്വസ്റ്റ്യൻ ചെയ്യാന്ന് വെച്ചാൽ ഈ 7-ാം തീയതിയാണ് അവർ ഇത് എഴുതി മേടിച്ച അനിയത്തിയുടെ കയ്യിൽ നിന്ന്. അതായത് നിങ്ങളുടെ അറിവിൽ ശ്രീനാദേവി കുഞ്ഞമ്മ ഈ വീട്ടിലേക്ക് വന്നിട്ടേ ഇല്ല, കണ്ടിട്ടില്ല? ഇല്ല, ഞാൻ എൻ്റെ അറിവിൽ, എൻ്റെ ഓർമ്മയിലും ശ്രീനാദേവി കുഞ്ഞമ്മ ഇവിടെ വന്നിട്ടില്ല. ഞാൻ എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം ഇപ്പോൾ 1 കൊല്ലമായിട്ട് CCTV ഡെയിലി നമ്മുടെ എൻ്റെ ഫുട്ടേജസ് ഉണ്ട്. അപ്പം ഒരു ദിവസം പോലും ശ്രീനാദേവി വന്നിട്ടില്ല. ഇടയ്ക്ക് ഈ രീതിയിൽ കാണിക്കാനായിട്ട് വരുവോ പോവുകയോ ഞങ്ങളും ബാക്കപ്പുകൾ ഡെയിലി എടുത്ത് നോക്കാറുണ്ട്. അങ്ങനെ ഒരു സംഭവമേ ഇതില്ല. ഇടയ്ക്ക് പുള്ളിക്കാരി വന്നു പോയെന്നുള്ളത് നാട്ടുകാരോട് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഞങ്ങൾ ചോദിച്ചത് ഈ ഒരു ഇൻഫർമേഷന് ശേഷമാണ്, ഈ ഒരു കാര്യം നടന്നതിന് ശേഷമാണ്. ഞങ്ങളൊരു പരാതിയായിട്ട് മുമ്പോട്ട് പോയതിന് ശേഷമാണ് ഞങ്ങളിതിന് കാര്യങ്ങളായിട്ട് അന്വേഷിക്കാൻ ഇറങ്ങിയത് ശരിക്കും. അപ്പം ഞങ്ങൾ ഈ BLO കിഷോർ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടെന്ന് അറിഞ്ഞ് അന്ന് മുതലാണ് ഞങ്ങളിതിനെ. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു അവർ വ്യക്തമായ ഡോക്യുമെൻ്റ് തന്നിട്ടുണ്ടായിരുന്നു. ആ ഡോക്യുമെൻ്റ് നിങ്ങൾ പോയി നിങ്ങളുടെ താലൂക്ക് ഓഫീസിൽ പോയി നിങ്ങൾ കൊടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ എന്നാണ്. ഞങ്ങൾ അവിടെ തൊട്ടാണ് അറിഞ്ഞപ്പോഴാണ് ഇതിങ്ങനെ മനസ്സിലായത്. പിന്നെ ഞങ്ങളവിടെ ചോദിച്ചൊരു ചോദ്യം, താലൂക്ക് ഓഫീസിൽ ചോദിച്ചൊരു ചോദ്യം, സപ്ലൈകോ ഓഫീസിൽ ചോദിച്ചൊരു ചോദ്യം, ഞാൻ എൻ്റെ അച്ഛൻ്റെ മരിച്ചതിന് ശേഷം എൻ്റെ അച്ഛൻ മൊബൈൽ നമ്പർ ഉപയോഗിക്കുന്ന വ്യക്തിയാണ്. അമ്മ മൊബൈൽ നമ്പർ ഞാനാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ ഈ വീടിൻ്റെ റേഷൻ കാർഡിൻ്റെ നമ്പർ അച്ഛൻ്റെ നമ്പറാണ്, മൊബൈൽ നമ്പറാണ്. അപ്പോൾ ആ നമ്പറിലേക്ക് ഒരു വ്യക്തിനെ ആഡ് ചെയ്യുമ്പോൾ ഒരു OTP സിസ്റ്റമോ വേറെ ഏതെങ്കിലും സിസ്റ്റമായിട്ട് വരണമല്ലോ. അപ്പം ഞങ്ങളത്
സപ്ലൈകോ ഓഫീസിൽ അവരോട് ആ മാഡത്തിനോട് ചോദിച്ചപ്പോൾ മാഡം പറഞ്ഞു പറഞ്ഞാൽ അന്ന് അങ്ങനെ ഒരു OTP സിസ്റ്റം ഇല്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ പേരിലുള്ള വസ്തു നിങ്ങളുടെ റേഷൻ കാർഡാണ്. അതിലേക്ക് ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേര് ചേർക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ അടുത്തൊരു അന്വേഷണം വരില്ലേ? ഈ ഇന്ന ആളെ കൂടി റേഷൻ കാർഡിൽ ചേർക്കുകയാണ്. അങ്ങനൊരു എൻക്വയറി വന്നിട്ടില്ലേ നിങ്ങളുടെ അടുത്ത്? ഞങ്ങൾക്ക് അങ്ങനെ ഒരു എൻക്വയറി, ഞങ്ങൾക്ക് അതാണ് ഈ സിസ്റ്റത്തോട് ഉള്ള ഒരു ആശ്ചര്യം നമുക്ക് തോന്നുന്നതാണ്. ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ഞങ്ങളിലേക്ക് വരണ്ടേ? ഒരു വീട്ടിലൊരു ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കും. ഇപ്പം അവർ പറയുന്നത് അമ്മയുടെ സമ്മതപത്രം വെച്ചിട്ട് ചെയ്തെന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. ഇങ്ങനെയാണ്. അപ്പോൾ ഞങ്ങളിത് ഒന്നും കണ്ടില്ല, ഞങ്ങൾ ചോദിച്ചിട്ടേ ഉള്ളൂ എന്താണ് ഞങ്ങൾക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അവരിത് അന്വേഷിച്ച് നാട്ടുകാരും വീട്ടുകാരും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് അവർ കാർഡിൽ നിന്ന് ഇവരെ റിമൂവ് ചെയ്തത്. ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്ന പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം നിങ്ങളുടെ വീടുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടോ ഒരു ബന്ധവുമില്ല എന്ന് തന്നെയാണോ പറയുന്നത്? തീർച്ചയായിട്ടും ഞങ്ങൾ ഈ പ്രശ്നത്തിന് ശേഷം ഞങ്ങൾ പോയി അന്വേഷിച്ചപ്പം ഞങ്ങൾ അന്വേഷിച്ച സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു അകന്ന ബന്ധു, അതായത് ഞങ്ങളുടെ അമ്മൂമ്മയുടെ വകയിലുള്ള ഒരു ബന്ധുവാണ് എന്ന് ഞങ്ങൾ അറിഞ്ഞത്. അത് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യമില്ല. ഞങ്ങൾ പോരൊരു ചെഞ്ച് ഞങ്ങളുടെ പല ആൾക്കാർ അങ്ങനെ തന്നെയാണ്. അത് വലിയ കുടുംബമാണ്. അതല്ലാതെ ഇവർ ഞങ്ങൾ അമ്മൂമ്മയുടെ അങ്ങനെ എന്തോ ഒരു ബന്ധമാണ്. അപ്പം ഞങ്ങളുടെ എങ്ങനെയാണ് റിലേഷൻ എന്നാൽ എൻ്റെ അമ്മൂമ്മയുടെ സഹോദരിയുടെ മോളുടെ ഫസ്റ്റ് മാരേജ് ചെയ്തു. പുള്ളിക്കാരന് ഇതായി. വേറൊരു ബ്രദറുണ്ട്, പുള്ളിക്കാരൻ്റെ പേര് ഹരീന്ദ്രനാഥ് എന്നാണ്. രണ്ടാമത്തെ കല്യാണത്തിൽ ആണ് ഈ ശ്രീനാദേവിയും പിന്നെ ശ്രീനാഥും എന്നുള്ളതാണ് രണ്ടുപേര് ഉള്ളത്. ഞങ്ങൾ അന്വേഷണത്തിൽ മനസ്സിലായത്. നിങ്ങളിപ്പോൾ എവിടെയൊക്കെയാണ് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുള്ളത്? ഞങ്ങൾ സപ്ലൈക്ക് കൊടുത്തു, അതിൻ്റെ റിസൾട്ട് കിട്ടി. ഇനിയിപ്പം ആഡിയോയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ആഡിയോ അന്വേഷണമായിട്ട് നിൽക്കുകയാണ്. അത് 2 ദിവസത്തിനകം ഒക്കെ കിട്ടുമായിരിക്കും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അവിടെയും ഞങ്ങൾ പറഞ്ഞ ഈ വ്യാജരേഖയുടെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞ് ഞങ്ങളുടെ രേഖകളെല്ലാം സമർപ്പിച്ചിട്ടുണ്ട് കൃത്യമായിട്ട്. ഇനി ഞങ്ങൾ ഈ ശ്രീനാദേവി കുഞ്ഞമ്മ എന്തിനാണ് ഇവിടെ നിൽക്കും, ഇങ്ങനെയൊക്കെ അവർക്ക് വേറെ വീട്ടിൽ അവർക്ക് പോകാമല്ലോ. ഇനി അതല്ല, അവർ വന്ന് താമസിക്കുകയാണെങ്കിൽ സന്തോഷം വന്ന് താമസിച്ചു, ഒരു പ്രശ്നമില്ല. എന്തിനാണ് ഈ നമ്മളെ ഭീഷണിപ്പെടുത്തി ഈ ഫൈറ്റ് ചെയ്യും, ഈ കള്ളരേഖ ഉണ്ടാക്കേണ്ട കാര്യം എന്താണ്? ഇവരെന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന? ഒരു ജനപ്രതിനിധിയല്ലേ, അവർ സ്ത്രീയല്ലേ, അവരെ പറ്റി ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല. അവർ അതിൻ്റെ പേരിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങൾ ഓരോ ഗവൺമെൻറ് ഓഫീസുകളിൽ പോകുമ്പോഴും അവരുടെ സ്വാധീനം ഭയങ്കര കൂടുതലാണ്. അവിടെ ഇപ്പം അവർ ഇന്നത്തെ ഒരു വാർത്തയിൽ അവർ എവിടെ പറഞ്ഞ് അത് CPIയുടെ സ്വാധീനം കൊണ്ടാണെന്നുള്ള രീതി പറഞ്ഞു. CPIയുടെ സ്വാധീനമായിരുന്നെങ്കിൽ ഈ ഇലക്ഷന് മുമ്പ് ഞങ്ങൾ കൊടുക്കണമെന്നല്ലോ. ഞങ്ങൾ ഈ SIR സമയത്താണ് ഞങ്ങളിത് അറിഞ്ഞതും ഞങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോയതും. ഇതിന് എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മൾ നിയമപരമായിട്ട് നിയമ നടപടികൾ നേരിട്ട് തന്നെ മുന്നോട്ട് പോകും. ശ്രീജിത്തും ഷാംജിത്തും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് തങ്ങളുടെ റേഷൻ കാർഡിൽ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേർ വന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. അത് സംബന്ധിച്ചൊരു അറിയിപ്പും തങ്ങൾക്ക് നേരത്തെ കിട്ടിയിരുന്നില്ല. അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അടൂർ താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് പരാതി നൽകി. ആ പരാതിയിന്മേൽ അന്വേഷണം നടത്തിയാണ് ഇപ്പോൾ റേഷൻ കാർഡ് റദ്ദ് ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ആ റേഷൻ കാർഡിൽ നിന്നും ശ്രീനാദേവി കുഞ്ഞമ്മയുടെ പേര് നീക്കം ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.